4 വർഷം എറണാകുളത്ത് ഞങ്ങൾ ശുശ്രൂഷയിലായിരുന്നു. ഇപ്പോൾ അവിടെയുള്ള ശുശ്രൂഷകൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്ന് മാറുവാനിടയായി തീർന്നു. പ്രാർത്ഥനയോടെ ഞങ്ങളും ശുശ്രൂഷയുടെ വിസ്തൃതിക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുന്നു. ഞങ്ങളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാനാണ് ഞാൻ മുഖപുരകൾ ഓർപ്പിച്ചത്. മുഖപുര പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മുഖമൊക്കെ മ്ലാനവതരായതുപോലെ തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് പാസ്റ്റർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഈ ഉപവാസത്തിന്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞു, നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കണമെന്നൊക്കെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഒരു ആത്മീയ അന്തരീക്ഷവും അടിത്തറയും ഈ ദൈവസഭയ്ക്കുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ജോയലിന്റെ സങ്കീർത്തന പ്രബോധനവും അതിനുശേഷം പാഷ അത്ര സമയം മാത്രമേ എടുത്തുള്ളൂ. അവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ് വളരെ സമയം ചുരുക്കി അവർ മുന്നോട്ട് പോയത്. എന്നാൽ ആ അക്ലിപ്തമായ സമയം നമുക്ക് ലഭിച്ച ആത്മീയ ദൂത് ഏറ്റവും ശ്രേഷ്ഠകരമായ ദൂതായിരുന്നല്ലോ. സ്വസ്ഥമായിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ ഭാഗമൊന്നുമല്ല എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഞാൻ പറയട്ടെ, ആ വചനം എന്നെ ധൈര്യപ്പെടുത്തിയത് ഒത്തിരി മനുഷ്യൻ സ്വസ്ഥതയ്ക്ക് വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. ഈ സ്വസ്ഥത ലഭിക്കാൻ ജോയല് സത്യം പറഞ്ഞാൽ മനുഷ്യൻ ഓടി നടക്കുന്ന ഒരു വല്ലാത്ത കാലയളവിലാണ് നാം എത്തി നിൽക്കുന്നത്. പണക്കാരെന്നും ഭയങ്കരമായ പേരും പെരുമയും ഒക്കെ കേട്ടവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു അല്പസമയം സ്വസ്ഥതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ചില വാർത്തകൾ അതിനുള്ള ബന്ധത്തിൽ കേൾക്കുവാനിടയായി തീർന്നു. അപ്പൊ ഞാൻ ഇന്ന് പകലിൽ ഈ പ്രാരംഭത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയട്ടെ, പണത്തിന് സ്വസ്ഥത തരാൻ പറ്റത്തില്ല, ബന്ധങ്ങൾക്ക് സ്വസ്ഥത തരാൻ പറ്റത്തില്ല. ഇനി ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത തരുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്കുകൾ ദൈവദാസന്മാർ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിക്കുകയല്ല, ഒന്നുകൂടെ പറയാം. നമ്മുടെ ആത്മാവ് സ്വസ്ഥമായിരിക്കണം. നടത്തിയ വഴികളെ ഓർത്താൽ, അവൻ പരിപാലിച്ച വിധങ്ങളെ ഓർത്താൽ, ഇന്ന് വരെ നടന്നു വന്ന വഴികളിലേക്ക് നാം തിരിഞ്ഞു നോക്കി അവൻ എനിക്ക് ചെയ്ത ഉപകാരം ഓർത്ത്, അവൻ എനിക്ക് ചെയ്ത നന്മയോർത്ത്, ദൈവത്തിന്റെ നടത്തിപ്പും സൂക്ഷിപ്പും കരുതലും ഓർത്ത് ദൈവദാസൻ ഓർപ്പിച്ചല്ലോ. ഈ കസേരയിൽ വന്നിരുന്ന കരമൊക്കെ ഉയർത്താൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നത് നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കരുത്തല്ല, ദൈവത്തിന്റെ കരമാണ്. ആ കരം ചലിപ്പിക്കാൻ കഴിയാതെ എത്രയോ പ്രിയപ്പെട്ടവർ ഇന്ന് പകലിലുണ്ടെന്നറിയാമോ? എന്നാൽ ദൈവസന്നിധിയിൽ വന്നിരിക്കാൻ എന്റെ കരമൊന്ന് ഉയർത്താൻ ആഴമായി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ, ആഴമായി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, നമ്മെ ദൈവങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. എല്ലാ റിപ്പോർട്ടുകൾ ഒത്തിരി പേർക്ക് വേദനകളുള്ളവാക്കി. സൂം മീറ്റിംഗിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, എനിക്കൊക്കെ അറിയാം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ആ ദൈവദാസൻ ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്തും ആ ദൈവദാസനെ വിളിച്ചു. കട്ടപ്പനയിൽ എനിക്ക് സ്നേഹിതനായ ഒരു ദൈവദാസനുണ്ട്. കുഞ്ഞുങ്ങളില്ല. എന്നാൽ പാവം പിടിച്ച ദൈവദാസന്റെ ഭാര്യ സഹോദരി ഏറിപ്പോയാൽ 45 വയസ്സ് പ്രായമുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റിൽ അവർക്ക് മുൻപ് ക്യാൻസർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റിൽ വീണ്ടും പ്രതികൂലമാണെന്ന് കേൾക്കുവാനിടയായി. വളരെ ദുഃഖത്തിൽ ആ പ്രിയപ്പെട്ട കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ പോയി അവരെ കണ്ടു. എങ്കിലും പ്രത്യാശയുടെ വാക്കുകളൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, എത്രയെത്ര നമ്മുടെ ഇടയിലുള്ള പ്രിയപ്പെട്ടവരിൽ പലരും അങ്ങനത്തെ ക്ഷീണാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോ ഈ ആലയത്തിൽ വന്ന് ഇവിടെ കസേരയിൽ ഇരുന്ന് എല്ലാ സൗകര്യങ്ങളും ദൈവം നമുക്ക് ഒരുക്കി തന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്റെ നേതൃത്വം ദൈവം തന്ന് ഇത്രമാത്രം സന്തോഷത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ആത്മശക്തിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവം ഒരുക്കുന്ന സാവകാശം കൊടുത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഈ പകലിൽ ദൈവത്തെ വാഴ്ത്തുകയാണ്. അതിനെല്ലാം തുറന്നിട്ട സമയങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇല്ലാതെ സന്തോഷം പേര് എവിടെ ഉണ്ട്? നമ്മുടെ സന്തോഷത്തിന്റെ പ്രത്യാശയുടെ ഭാഗമാണ് കർത്താവിന്റെ മേശ. ഞാനും അതിൽ നിന്ന് ഭാഗവാക്കാകാൻ ഇന്ന് ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഇത്ര വലിയ സൗഭാഗ്യം
ദൈവം നമുക്ക് തന്നത്. ആ ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഓർത്തോർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ ആത്മപ്രചോദനം ലഭിച്ചതുകൊണ്ടാണ് മുഖവുരകൾ ഞാൻ അത്ര ദീർഘിപ്പിക്കുവാനിടയായി തീർന്നത്. ചുരുക്കട്ടെ, നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി എൻ്റെ ഉള്ളിൽ നിയോഗം തന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന് 18 മുതലുള്ള വാക്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് വായിച്ചാലും. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഏതിനോട് സദൃശ്യം, ഏതിനോട് അതിനെ ഉപമിക്കേണ്ടു? ഒരു മനുഷ്യനെടുത്ത് തന്റെ തോട്ടത്തിലിട്ട കടുക് മണിയോട് അത് സദൃശ്യം. അത് വളർന്ന് വൃക്ഷമായി ആകാശത്തിലെ പക്ഷികളും വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. ഈ ലൂക്കോസിന്റെ സുവിശേഷം ദൈവവചന പഠനത്തിൽ, പ്രത്യേകിച്ച് ആഴമായി ദൈവവചനങ്ങൾ പഠിക്കുന്ന ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, ഈ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം ഒത്തിരി പ്രസക്തിയുള്ള വേദവാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒട്ടനവധി ആത്മീയ ചിന്തകൾ, ദൈവദർശനങ്ങൾ നമുക്ക് നൽകുന്ന ഒരു അധ്യായമാണ് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. പ്രത്യേകിച്ച് അതിൽ ഒത്തിരി കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ടെങ്കിലും ഞാൻ ഇന്ന് ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്, ഈ ക്രിസ്തുവിന്റെ ഔന്നത്യം എന്നുള്ളത്, ക്രിസ്തുവിന്റെ ഔന്നത്യ മഹിമ, ക്രിസ്തുവിന്റെ ആളത്വ മഹിമ, അതിനെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വേദവാക്യമാണ് ഇത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തുവിന്റെ ദൗത്യം, യേശു ക്രിസ്തുവിന്റെ ആ ആളത്വ വലിപ്പം, ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ കഴിയും? ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനിടയായി തീരും. പ്രത്യേകിച്ച് ലൂക്കോസ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ എഴുത്തുകാരൻ ക്രിസ്തുവിനെ കുറിച്ച് വളരെ സൂക്ഷ്മമായി, ദൈവിക ഉപദേശങ്ങളെ കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചവതരിപ്പിച്ച ഒരു ദൈവ മനുഷ്യനാണ് ആര്? ലൂക്കോസ്. മത്തായിയേക്കാളും മർക്കോസിനേക്കാളും അവരെല്ലാം കേവന്മാരാണ്. എന്നാൽ ലൂക്കോസ് കുറെ കൂടി ആധികാരികമായി സംസ്കാര സമ്പന്നതയിൽ, വിദ്യാഭ്യാസ സമ്പന്നതയിലൊക്കെ വളരെ മുന്നിട്ട് നിന്ന ഒരു വ്യക്തിത്വമാണ് ആര്? ലൂക്കോസ്. അത് 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ആ ഭാഗങ്ങൾ കാണുവാനിടയായി തീരും. ഇനി 13-ാമത്തെ അധ്യായം ഞാൻ ഓർപ്പിച്ചതുപോലെ ക്രിസ്തുവിന്റെ ആളത്വ മഹിമ, ആളത്വ മഹിമ, അവിടുത്തെ ഓരോ സന്ദർഭങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി, ആൽഫയും ഒമേഗയുമായവൻ, ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായി, സർവശക്തിയുള്ള ദൈവം. അതാ ക്രിസ്തുവിന്റെ ആളത്വ മഹിമ. അതാണ്. പ്രൈസ് ദി ലോർഡ്. കേവലം ഏതെങ്കിലും ഒരു ഉപദേശം കേട്ട് അതിന്റെ പിന്നാലെ ആകൃഷ്ടരായി പോയവരല്ല നമ്മള്. വ്യക്തമായ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ കയ്യടിയും ആവേശവും സന്തോഷവും സ്തോത്രവും ഒക്കെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഉള്ളത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി അത്ര ശക്തമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉറപ്പോടെ ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇൻകിലാബ് വിളിക്കുന്ന ജനങ്ങളെ നോക്ക്. അവരവരുടെ മതസംഹിതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ തത്വസംഹിതയ്ക്ക് വേണ്ടി ഇൻകിലാബ് വിളിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഉള്ള ആവേശം എന്താണ്? അത് വെറും ഒരു വികാരമല്ല. എന്റെ കർത്താവിന്റെ ഔന്നത്യത്തെ ഓർത്ത്, എന്റെ കർത്താവിന്റെ ആളത്തെ മഹിമയോർത്ത്, അവന്റെ വല്ലഭത്വം ഓർത്ത്, അവന്റെ ശക്തമേറിയ സാന്നിധ്യം, അത് 2025 വർഷങ്ങൾക്കപ്പുറം അസ്തമിച്ചു പോയതല്ല. ഇന്ന് പകലിൽ ഞാൻ ഒലിയപ്പുറം ദൈവസഭയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോഴും എനിക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നു എന്നുള്ള പ്രാഗൽഭ്യമാണ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്, ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. ആ ദൈവിക ബലമുള്ളവർക്കായി ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ
ഈ 13-ാം അധ്യായത്തിൽ ക്രിസ്തുവിന്റെ ഔന്നിത്യത്തെ വർണ്ണിക്കുന്നു. അത് പറഞ്ഞു വരുമ്പോ 18-ാമത്തെ വാക്യത്തിൽ എത്തി നിൽക്കുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ ദൈവരാജ്യത്തെ കുറിച്ച് ഉപമകളാൽ കർത്താവ് അവരോട് എന്ത് ചെയ്യുകയാണ്? സംസാരിക്കുകയാണ്. ദൈവരാജ്യം, അതാണ് കർത്താവിന്റെ പ്രസംഗവും ഒക്കെ ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. ദൈവരാജ്യത്തെ കുറിച്ച് എന്താ ദൈവരാജ്യം എന്നുള്ള ഒരുപക്ഷെ നിങ്ങൾക്ക് കർത്താവിന്റെ ദാസനിലൂടെ തന്നെ ആഴമായി അതിന്റെ വാക്കുകൾ ലഭ്യമായിട്ടുണ്ട്. ഞാൻ ആ ഭാഗങ്ങൾ അങ്ങനെയല്ല, എന്നാൽ അവിടെ പറയുന്ന ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം. വാക്യങ്ങളുടെ ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം. ഞാൻ ഈ വാക്ക് അവിടെ മനസ്സിലാക്കിയപ്പോൾ ആ വാക്യം അല്ലെങ്കിൽ ആ കടുകെന്നുള്ള വിഷയം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒത്തിരി എന്നെ ബലപ്പെടുത്തിയ ഒരു വേദവാക്യമായതുകൊണ്ടാണ് ആ ഭാഗം ഞാൻ എടുത്തത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. ഈ ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം. ദൈവരാജ്യം, അപ്പം ദൈവത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യമുള്ള, ദൈവത്തിന്റെ സമ്പൂർണ്ണ നിയമമുള്ള, ദൈവത്തിന്റെ നിയന്ത്രണമുള്ള ആധിപത്യ വ്യവസ്ഥയാണെന്ത്? ദൈവരാജ്യം എന്നുള്ളത്. ദൈവരാജ്യം എന്നുള്ളത് അത് മനുഷ്യനെ സംബന്ധിച്ച് വളരെ ആഴമേറിയ എല്ലാവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുള്ളതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ താല്പര്യം. അതാണ് കർത്താവിന്റെ ആഗമന ഉദ്ദേശം തന്നെ. നാം എവിടേക്ക് പ്രവേശിക്കണം? ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. നിക്കോദിമോസിനോട് പറഞ്ഞ വാക്ക് ഓർമ്മയില്ലേ? നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ അവിടെ പ്രവേശിക്കത്തില്ല. പദവിയും പണവും ഒക്കെ നിന്റെ കയ്യിൽ ഇരിക്കും, പക്ഷേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? പുതുതായിട്ട് ജനിക്കണം. അപ്പൊ അത്രമാത്രം ആഴമുള്ള ഗഹനമായ ഒരു വിഷയം കർത്താവ് അവതരിപ്പിക്കുന്നത് കണ്ടോ? തന്റെ കൂടെയുള്ള, തന്റെ ചുറ്റും നിൽക്കുന്ന പുരുഷാരത്തോട് യേശു കർത്താവ് ആ വിഷയം അവതരിപ്പിക്കുമ്പോ ദൈവരാജ്യം എന്തിനോട് ഉപമിക്കേണ്ടു? എന്തിനോട് ഉപമിക്കേണ്ടു? അപ്പൊ ദൈവരാജ്യം എന്നുള്ളത് ആഴമായ ഒരു വിഷയമാണ്. വളരെ ഗഹനമായ ഒരു ചിന്തയാണ്. ഇത് അവതരിപ്പിക്കാൻ എന്തിനോട് അതിനെ ഉപമിക്കേണ്ടു എന്ന് പറയുമ്പോ ഒരുപക്ഷെ നമ്മളെ പോലെ അവിടെ നിൽക്കുന്നവരും ചിന്തിച്ചിരിക്കാം, അയ്യോ ദൈവരാജ്യം എന്നുള്ള ഭയങ്കരമായ വിഷയം കർത്താവ് അതിനെ ഉപമിക്കാൻ പോകുന്നത് എന്തിനോടാ? ഞാൻ പറയട്ടെ, ഇപ്പോ നമ്മൾ ഈ എറണാകുളത്ത് ശക്തമായ ചൂടാണ്. ഇപ്പൊ കാനഡയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ കാനഡയിലെ തണുപ്പ് താരതമ്യപ്പെടുത്തുന്നത് എന്തിനോടായിരിക്കും? ഏത് സ്ഥലത്തോടായിരിക്കും? ഈ വല്ല മൂന്നാറോ? കഴിഞ്ഞ ആഴ്ച ഞങ്ങള് കുമളിയിലായിരുന്നു. എൻ്റെ വൈഫിന്റെ വീട് കൊച്ചറയിലാണ്. കൊച്ചറയിലാണ്. ഇവിടെ ഒക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പൊ ഒരുവൻ പറഞ്ഞാൽ പറയും, എറണാകുളത്തെ പോലെ തണുപ്പ് ഞങ്ങൾക്ക് ഇവിടെ കാനഡയിലുണ്ടെന്നാണോ പറയുന്നത്? ഇല്ല. പറയുന്നത് അവിടെ ഉള്ളതുപോലത്തെ തണുപ്പ്, ഇവിടെ മൂന്നാറ് അങ്ങനെയുള്ള ആ ഉയർന്ന സ്ഥലത്തുള്ളതുപോലത്തെ തണുപ്പ് ഞങ്ങൾക്ക് ഇവിടെ അനുഭവിക്കുന്നുണ്ട്, കാനഡയിൽ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇതുപോലെ ദൈവരാജ്യം എന്നുള്ള വിഷയം കർത്താവ് കൈകാര്യം ചെയ്യുമ്പോൾ പുരുഷാരത്തോടെ ഇത് സംസാരിക്കുന്നത്. അപ്പൊ പുരുഷാരം പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഇപ്പോൾ കർത്താവ് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ഭയങ്കര സംഭവത്തെ ഉപമിച്ചായിരിക്കും ദൈവരാജ്യത്തെ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തരുന്നത്? പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ കർത്താവ് എടുത്തത് എന്തുവാ? കർത്താവ് എടുത്തത് നമ്മൾ പോലും വലിയ വില കൽപ്പിക്കാത്ത ഒരു കടുകിനെ കർത്താവ് എടുത്ത്, അല്ലെങ്കിൽ ആ കടുകിനെ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അവൻ ദൈവരാജ്യത്തെ വെളിപ്പെടുത്താൻ കർത്താവ് എടുത്തത് ഒരു കടുക് മണിയാണ്. ആരും സാധ്യത കൽപ്പിക്കാത്ത, ഒരു പ്രതീക്ഷയുമില്ലാത്ത, നമ്മൾ വേണ്ടുന്ന ഒരു ഗൗരവം കൊടുക്കാത്ത, ഒന്നുകൂടെ പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷയില്ലാത്ത, യാതൊരുവിധ ഗൗരവവുമില്ലാത്ത, നമ്മളെ സംബന്ധിച്ച് യാതൊരുവിധ പരിഗണനയും കൊടുക്കാത്ത ഒരു കടുകിനെയാണ് കർത്താവ് എന്ത് ചെയ്തത്?
ദൈവരാജ്യത്തെ ഉപമിക്കാൻ കരങ്ങളിലെടുത്തത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ട് ഈ കടുകിന് ഒത്തിരി സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ പിന്നീട് ഒന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് ഇന്ന് ഒത്തിരി അതിനുള്ള മാധ്യമങ്ങൾ ഉണ്ടല്ലോ. ഒന്ന് കേട്ടാൽ അറിയാം കടുകിന്റെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണ്. അത് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കിക്കേ, ഈ കടുക് മണികൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ കറിയിൽ കടുക് ഇടും. ഈ കടുക് നമ്മൾ കഴിക്കുന്ന ചോറിലുണ്ടെങ്കിൽ ചില എന്റെ പിള്ളേർ ഉൾപ്പെടെയുള്ളവര് ചെയ്യുന്നൊരു കാര്യമുണ്ട്. 1, 2, 3 എന്ന് അതെല്ലാം എന്ത് ചെയ്യും? സൈഡിലേക്ക്. അപ്പൊ നമുക്ക് ഒരു പരിഗണനയും എതിര് കൊടുക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കളെ, ലോകത്തിലാരും ഒരു സാധ്യതയും കൽപ്പിച്ചിട്ടില്ലെങ്കിലും പരിഗണിക്കേണ്ടവൻ പരിഗണിക്കും കേട്ടോ. കരുതേണ്ടവൻ കരുതും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്നെ നോക്കി നിനക്ക് എന്ത് സാധ്യതയുണ്ട്? നിന്റെ വിദ്യാഭ്യാസം നോക്കി നിനക്ക് എന്ത് സാധ്യതയുണ്ട്? നിനക്ക് എന്ത് വലിപ്പമുണ്ട്? മറ്റുള്ളവർ നോക്കുമ്പോൾ നിനക്കൊരു വലിപ്പവും കാണാനില്ല. ഏറ്റവും ചെറുതെന്ന് സകലരും വിധി എഴുതിയാലും ദൈവത്തിന്റെ പൈതൽ പേടിക്കണ്ട. നിന്നെ പരിഗണിക്കുന്ന ഒരുവനുണ്ട്, നിന്നെ കരുതുന്ന ഒരുവനുണ്ട്, നിനക്ക് ശ്രേഷ്ഠകരമായി നിന്നെ പുലർത്താൻ കഴിവുള്ള ഒരുവനുണ്ട്. എല്ലാവരും നമ്മെ മാറ്റി നിർത്തിയാലും എന്തൊക്കെ അസാധ്യതകൾ നമുക്ക് നേരെ പറഞ്ഞാലും എവിടെ നമുക്ക് വേണ്ടുന്ന ഒരു പരിഗണന ലഭിക്കാതിരുന്നാലും ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതൽ അറിയണം, ഒരു കടുകിനെ അവൻ മാനിക്കുന്നെങ്കിൽ, ഒരു കടുകും അവന്റെ വിഷയമാണെങ്കിൽ, ഇന്ന് രാവിലെ എന്റെ കർത്താവിന്റെ വിഷയമാണ് ഞാൻ, എന്റെ ദൈവത്തിന്റെ പരിഗണനയിലുള്ളവനാണ് ഞാനും നിങ്ങളും എന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആർക്കും വേണ്ടാത്തത്, ആരും പരിഗണിക്കാത്തത്, എല്ലാവരാലും തള്ളപ്പെട്ടിരിക്കുന്ന ചിലര് ഇതിന് നടുവിൽ ഇരിപ്പുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, സ്തുതിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധിയാലയത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചില തള്ളപ്പെടലുകൾ, ചില ഒറ്റപ്പെടലുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരിഗണിക്കേണ്ടവൻ നിന്നെ പരിഗണിച്ചാൽ, കാണേണ്ടവൻ നിന്നെ കണ്ടാൽ, മറ്റാരും കാണുന്ന സാധ്യതയല്ല എന്റെ ദൈവം നമ്മിൽ കണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിവുള്ളവർ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. മനുഷ്യൻ അസാധ്യമാണ്, എന്നാൽ എന്റെ ദൈവത്താൽ സാധ്യമാണ്. മനുഷ്യൻ യാതൊരുവിധ പരിഗണന തരില്ല, എന്നാൽ എന്റെ ദൈവം നമുക്ക് വേണ്ടുന്ന പരിഗണന തരുന്നെന്ന് ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. എറണാകുളം ടൗൺ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ഞാൻ സൺഡേ സ്കൂള് പഠിക്കുമ്പോ ഞങ്ങളുടെ ആ സൺഡേ സ്കൂള് ആനിവേഴ്സറിക്ക് എല്ലാ പിള്ളേരും ഓരോ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കണം. എല്ലാം മിടുക്കന്മാരാ, ആ ചർച്ചയിലുള്ളവരെല്ലാം മിടുക്കന്മാരാ. പ്രൈസ് ദി ലോർഡ്. അതിൽ ഏറ്റവും പുറകിലുള്ള എനിക്ക് നേരെ ചൊവ്വെ പാടാൻ അറിയത്തില്ല ഒന്നും. ഇവിടെ നിന്ന് ഈ പിള്ളേരെ വാക്യങ്ങളൊക്കെ പറഞ്ഞ എൻ്റെ പിള്ളേരും വാക്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതുപോലും പറയാൻ അറിയാത്തൊരു ചരിത്രം എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഞങ്ങളെ ആ ചർച്ചിന്റെ ഭാഷയ്ക്ക് അറിയാതിരിക്കുക, ചർച്ചിന്റെ പുറകിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒളിച്ചു പോയി നേരെ ചെന്ന് പെട്ടത് ഭാഷയ്ക്ക് അറിയാം, ഒരു ശീലാസൂട്ടി സാറുണ്ട്. ഇദ്ദേഹം ഒരു കർക്കശക്കാരനാണ്. അപ്പൊ ഇദ്ദേഹത്തിന് മുമ്പിലാ ചെന്ന് പെട്ടത്. പുള്ളിയോട് ചോദിച്ചു എവിടോട്ടാ ഈ ഓടുന്നത്? ഞാൻ പറഞ്ഞു ഇതുവഴി എന്തൊക്കെയോ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അദ്ദേഹം എന്നെ കൈക്ക് പിടിച്ചോണ്ട് പോയി ആ ആലയത്തിൽ നിർത്തി. ഒരു കോമ്പറ്റീഷൻ പ്രസംഗ മത്സരം നടക്കുകയാണ്. അവിടെ നിന്ന് എന്നാ പറഞ്ഞെന്നറിയത്തില്ല, എല്ലാരും ചിരിച്ച് ഒരു വല്ലാത്ത ലജ്ജിതനായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ പോയി നിൽക്കുമ്പോ ഞാൻ പഴയ ചരിത്രം ഓർക്കാറുണ്ട്. എല്ലാവരും സാധ്യതകൾ നിനക്ക് കൽപ്പിക്കാതിരിക്കുമ്പോഴും എന്റെ ദൈവം ചിലത് നിന്നെ കുറിച്ച് കണ്ടിട്ടുണ്ടെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. എന്റെ ദൈവം ചിലത് നമ്മെ കുറിച്ച് കണ്ടിട്ടുണ്ട്. ദൈവവൈതലേ, ഹല്ലേലൂയ. നമ്മുടെ തലമുറയെ കുറിച്ച് ദൈവം ചിലത് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് കാണുന്നതല്ല ചരിത്രമെന്ന്, ഇന്ന് കാണുന്നതല്ല ഭാവിയെന്ന് എന്റെ ദൈവം കണ്ടിരിക്കുന്ന ചില നിർണയങ്ങളുണ്ട്. എന്റെ ദൈവം കണ്ടിരിക്കുന്ന ചില
സാധ്യതകളുണ്ട്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ പ്രാർത്ഥനയിൽ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട് അത് എന്റെ തലമുറയെ കുറിച്ച് ഞാൻ കാണുന്നതല്ല, മറ്റുള്ളവർ പറയുന്നതല്ല, എന്റെ തലമുറയെ കുറിച്ചും എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ പദ്ധതി അതിനേക്കാൾ മികച്ചതാണെന്ന് വിശ്വസിക്കാൻ തയ്യാറുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മാതാവേ, പിതാവേ, ആമേൻ. കാലഗതികളൊക്കെ മനുഷ്യന്റെ കയ്യിലല്ല കേട്ടോ ഇരിക്കുന്നത്. ഓർത്തോണം, എന്റെ കാലഗതി മനുഷ്യന്റെ കയ്യിലല്ല, കാലഗതി ഇരിക്കുന്നത് ദൈവത്തിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞൊരു വാചകമുണ്ട്, തന്റെ ഭക്തന്മാർക്ക് വേണ്ടി അവൻ ഗ്രഹിച്ചതും മനുഷ്യപുത്രന്മാർ കാണുക എല്ലാവരും മാറ്റി നിർത്തുമ്പോഴും ഓർത്തോണം, എന്റെ ദൈവം ചിലത് സംഗ്രഹിച്ചിട്ടുണ്ട്, എന്റെ ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. അവന്റെ വിദ്യാഭ്യാസമല്ല അവനെ ഉയർത്താൻ പോകുന്നത്, അവന്റെ മറ്റ് ശ്രേഷ്ഠതകളല്ല അവനെ ഉയർത്താൻ പോകുന്നത്. എന്റെ ദൈവം ചിലത് കരുതിയിട്ടുണ്ട്, എന്റെ ദൈവത്തിന്റെ ചില പദ്ധതികളുണ്ട്, എന്റെ ദൈവത്തിന്റെ ചില പ്ലാനുകളുണ്ട്. ഇന്നത്തെ ദുഃഖം മാറും കേട്ടോ, ഇന്നത്തെ കഷ്ടത മാറും, ഇന്നത്തെ ഞെരുക്കം മാറും. എന്റെ ദൈവം അത്ഭുതകരമായ വിടുതൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ആ വാക്കിനോട് പ്രതികരിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആരാധിച്ചപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഈ സാധ്യതകൾ മനുഷ്യൻ കൽപ്പിക്കില്ല, എന്നാൽ ദൈവം ചിലത് കണ്ടു എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണം എടുത്തു വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് 1 ശമൂവേലിന്റെ പുസ്തകത്തിലുണ്ട്. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവിനെ തിരഞ്ഞെടുക്കുക. ആരാ രാജാവ്? പറഞ്ഞേ. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവ് ശൗലിനെ ദൈവം തെരഞ്ഞെടുക്കുന്ന വഴി നിങ്ങൾ കണ്ടോ? ദൈവം എങ്ങനെ ശൗലിനെ തെരഞ്ഞെടുത്തത്? ഇവൻ വലിയ കേമനായതുകൊണ്ടൊന്നുമല്ല ശൗലിനെ ദൈവം തെരഞ്ഞെടുക്കുന്നത്. ഈ ശൗലിന്റെ അപ്പൻ മഹാധനികനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് കീശ്. കീശിന്റെ മകൻ ശൗല് നല്ല സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ്. പക്ഷെ ഈ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിൽ ഇവൻ അതിനുള്ള ഒരു കാര്യപ്രാപ്തി ഇല്ലായിരുന്നു. അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അവൻ കോമളനാണ്, മറ്റാരെക്കാളും തോൾ പൊക്കമുള്ളവനാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു പീരുവായിരുന്നു ആര്? ശൗല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുള്ളി അപ്പന്റെ കഴുതകളെ തപ്പിപ്പോയതാ, പക്ഷെ കഴുതകളെ ഒട്ട് കിട്ടിയില്ല. കഴുതകളെ കിട്ടാതെ അങ്ങനെയാണ് എങ്ങനെ വീട്ടിൽ ചെല്ലുന്നത്? അപ്പൻ ഞങ്ങളെ കുറിച്ച് വിഷമിക്കുകയും ചെയ്യും. ഒരു വല്ലാത്ത അവസ്ഥയിൽ അങ്ങനെ പോകുമ്പോഴാണ് ഭൃത്യനായി കൂടെ വന്നവൻ പറഞ്ഞത്, എടാ ഇവിടെ ഒരു പ്രവാചകനുണ്ട്. എന്തുണ്ട്? ആരുണ്ട്? പ്രവാചകനുണ്ട്. പ്രവാചകന്റെ അടുക്കൽ നമ്മൾ ചെന്ന് ആലോചന ചോദിച്ച പുള്ളി പറയും നമ്മളെ കഴുത. പുള്ളിയുടെ അടുക്കൽ ചെന്നപ്പോ ദൈവം ശമൂവേലിനോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഇവനെ ഇസ്രായേലിന്റെ അവകാശമായി കണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ഇവൻ ചെന്നു, അവിടെ ചെന്നു, കാര്യങ്ങളൊക്കെ ശമൂവേൽ ചെയ്തു. എന്നാൽ പിന്നീട് ഇദ്ദേഹത്തെ തിരയുന്ന ഒരു സന്ദർഭം ആ 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് വായിക്കാൻ ദയവായി 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന് 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 10-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ബെന്യാമീൻ ഗോത്രത്തെ കുടുംബമായി അടുത്തു വരുമാറാക്കി മത്രി കുടുംബത്തിന് ചീട്ട് വീണു. കേട്ടോളാം, കീശിന്റെ മകനായ ശൗലിന് ചീട്ട് വീണു. അവരവനെ എന്ത് ചെയ്തു? അന്വേഷിച്ചപ്പോ കണ്ടോ, അവരെല്ലാവരും രാജാവിനെ അന്വേഷിക്കണം. ഞങ്ങളുടെ രാജാവ് എന്ത് ചെയ്യും? ദൈവം തെരഞ്ഞെടുത്ത പുള്ളി എന്ത് ചെയ്യും? എല്ലായിടത്തും അന്വേഷിക്കാവുന്ന എല്ലായിടത്തും അന്വേഷിച്ചു. ഞാൻ പറയട്ടെ, ഇസ്രായേൽ മുഴുവൻ ജനവും ഒന്നിച്ച് അന്വേഷിക്കുകയാണ്. ഈ ചീട്ട് വീണ പുള്ളി എന്ത് ചെയ്യാനില്ല? കാണാനില്ല. എവിടെയും പോയി നോക്കിയിട്ട് കാണാനില്ല. അറിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു, കണ്ടില്ല. അപ്പോഴാണ് അവർക്ക് തോന്നിയത്, ഇനി നമ്മൾ അന്വേഷിച്ചിട്ട് ഒരു കാര്യവും ഇല്ല, ഇനി നമുക്ക് ആരോട് ആലോചന ചോദിക്കാം?
ദൈവത്തോട് ചോദിക്കുക. ദൈവത്തിനല്ലാതെ ഇനി അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം അവൻ കണ്ടുപിടിക്കാൻ ആർക്കും കഴിയത്തില്ല. നോക്കിക്കോണേ, കോമളനാണ്, മറ്റാരെക്കാളും തോൾ പൊക്കമുള്ളവനാണ്, ദൈവത്തിന്റെ ആലോചന കേട്ടവനും ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുത്തവനുമാണെന്ന് ആർക്കറിയാം? ശൗലിനറിയാം. പക്ഷേ ശൗലിനെ തപ്പി നടക്കുക ഇവൻ എവിടെ ഉണ്ടെന്ന് ആരും കണ്ടെത്താത്തത് കൊണ്ട് ദൈവത്തോട് ചോദിച്ചു, എന്റെ കർത്താവേ, അവിടുന്ന് ഒന്ന് കാണിച്ചു തന്നേ ഈ പുള്ളി എവിടെ ഇരിക്കുന്നതെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോ അടുത്ത വാചകം, അതിന് യഹോവ അവൻ എവിടെ ഉണ്ട്? കേട്ടോ, കോമളനും വലിയ മിടുക്കനും നല്ല ധനിക കുടുംബത്തിലെ അംഗമൊക്കെയാണ്. പക്ഷെ അവനെ കുറിച്ച് പറയുന്നത് അവൻ എവിടെ ഇരിപ്പുണ്ട്? സാമാനങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ പറയട്ടെ, ആ മനുഷ്യനെയാണ് ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി. മനസ്സിലാകുന്നുണ്ടോ? സാമാനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന, സ്വന്തം വ്യക്തിത്വത്തിന് പോലും ഭയത്തോടെ നോക്കുന്ന ആ ശൗലിനെ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായി എന്റെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, ഞാൻ പറയട്ടെ, മനുഷ്യൻ കൊടുക്കുന്ന അവഗണനകളും പരിഗണനകളും ഒന്നുമല്ല, എന്റെ ദൈവത്തിനൊരു നിർണയമുണ്ടെന്ന്. ഹല്ലേലൂയ. ഒലിയപ്പുറം ദൈവസഭയെ കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ട്. ഇവിടെയുള്ള കുടുംബങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ട്. ഇവിടെയുള്ള ദൈവദാസന്മാരെ കുറിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ട്. മനുഷ്യന്റെ ചിന്തകളെക്കാൾ അപ്പുറം ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ നിർണയങ്ങൾ, ദൈവത്തിൻ്റെതായ നിയോഗങ്ങൾ അതിന്റെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്ന ദിവസങ്ങളാണ് 2025 എന്നുള്ളത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ ഉപവാസ ദിനങ്ങൾ വെറുതെയല്ല, ഈ പ്രാർത്ഥന വെറുതെയല്ല, ഈ ആരാധന വെറുതെയല്ല, നിന്റെ അന്തരങ്ങൾ ദൈവസന്നിധിയിൽ പൊഴിക്കുന്നത് വെറുതെയല്ല. നിന്റെ വലിപ്പം എന്താണെന്ന് ഇന്ന് നിനക്കറിയത്തില്ല. ആമേൻ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിർണയം നമ്മളെ കുറിച്ചുണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നവർക്കായി അവൻ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ട്. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ, എത്ര പേർ ദൈവത്തെ ആരാധിക്കാനുണ്ട്? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം എന്റെ വിദ്യാഭ്യാസത്തിന്റെ കേമത്തിലല്ല, എന്റെ പാരമ്പര്യത്തിന്റെ കേമത്തിലല്ല. ദൈവത്തിന്റെ നിർണയം എന്റെ കുടുംബത്തെ കുറിച്ചുണ്ട്, എന്റെ തലമുറയെ കുറിച്ചുണ്ട്, എന്റെ സഭയെ കുറിച്ചുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാൻ പറയാം, ആത്മാവെന്നെ നിയോഗിക്കുന്നത് കൊണ്ട് ഞാൻ വീണ്ടും പറയാം, ഇന്നത്തെ ദുഃഖം എന്നും നിലനിൽക്കുന്നതല്ല കേട്ടോ. ഇന്നത്തെ കണ്ണുനീരെന്നും നിലനിൽക്കുന്നതല്ല. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ അകത്തെ മനുഷ്യനൊരു കണ്ണുനീര് വേണം. അത് ദൈവസന്നിധിയിലുള്ള അനുതാപവും പ്രാർത്ഥനയുമാണ്. എന്നാൽ നിന്റെ ദുഃഖത്തിന്റെ നാളുകളെന്നും നിൽക്കല്ല. നിന്റെ ദുഃഖത്തിന്റെ വേളകളെന്നും നിൽക്കില്ല. അതിനെല്ലാം എന്റെ ദൈവം ഒരു അറുതി വെച്ചിട്ടുണ്ട്. തിര എത്ര അടി ഉലച്ചാലും, തിര എത്ര ഉയർന്നാലും അതിനെല്ലാം എന്റെ കർത്താവ് ഒരതിരു വെച്ചിട്ടുണ്ട്. അതിനപ്പുറം കടക്കാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. നീ എന്ന വ്യക്തിത്വത്തെ ഉടച്ചു കളയാ, നീ എന്ന സാധ്യതയെ ഉടച്ചു കളയാ എന്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ഉറപ്പുള്ളവരാണ് ഇന്ന് പകൽക്കാലം ദൈവനാമത്തിന് വേണ്ടി നിലനിൽക്കേണ്ടത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞാനിത് വെറുമൊരു വികാരത്തിൽ പറയുന്നതല്ല കേട്ടോ. ഉറപ്പിച്ച് ദൈവത്തിന്റെ ആത്മാവ് വചനം ആമേൻ ഉറപ്പിച്ചു പറയുന്ന വാഗ്ദത്തങ്ങളാണ്. നിങ്ങൾ നോക്കിക്കേ, ആമേൻ. ഒരു വാക്കൂടെ യെശയ്യാ പ്രവചന പുസ്തകം 61-ാം അധ്യായം, വളരെ പരിചയമുള്ളൊരു വേദവാക്യമാണ്. യെശയ്യാവ് 61-ാം അധ്യായം അതിലെ 3 മുതലുള്ള വാക്യങ്ങൾ കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. യെശയ്യാവ് 61-ന്റെ 3-ാമത്തെ വാക്യം, സിയോനിലെ ദുഃഖിതന്മാർക്ക്. അങ്ങനെ ഒന്ന് ശബ്ദമായിട്ട് ഭാഗം ഒന്ന് വായിച്ച്. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം
അലങ്കാരമാലയും പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം വിഷണ്ണ മനസ്സിന് ഭാഗങ്ങൾ കണ്ടോ? ദുഃഖിതന്മാര് വിഷണ്ണ മനസ്സുള്ള സിയോനിലുള്ളവർ എങ്ങനെയുള്ളവരാ? ദുഃഖിതന്മാരാണ്, വിഷണ്ണ മനസ്സുള്ളവരാണ്. വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ കേട്ടോ. അവർക്ക് ആർക്കാ പ്രിയരെ? ആർക്കാ? ആമേൻ. ദുഃഖിതന്മാരും വിഷണ്ണ മനസ്സുള്ളവരുമായി ഒരു സാധ്യതയുമില്ലാതെ, ഒരു വലുപ്പവുമില്ലാതെ, ആരുടെ ഉപമയ്ക്ക് പോലും എടുത്തു പറയാനില്ലാത്തവര്, ദുഃഖിതന്മാരും വിഷണ്ണ മനസ്സുള്ളവരെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഞാൻ മഹത്വീകരിക്കപ്പെട്ടാൽ, ഞാൻ അവരെ കുറിച്ച് എനിക്കൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: അവരെ നീതിവൃക്ഷങ്ങളെന്നും. അവരെങ്ങനെ വിളിക്കുന്നത്? നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. നീതിവൃക്ഷങ്ങൾ. സിയോനിലെ ദുഃഖിതന്മാര്, വിഷണ്ണ മനസ്സുള്ളവര്, അവരെ കുറിച്ച് അവൻ ചരിത്രം മാറുന്നത് കണ്ടോ? എന്റെ കർത്താവും മഹത്വീകരിക്കപ്പെട്ടാൽ, എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ, അവരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്: നിന്റെ ദുഃഖം മാറി, എന്നും ദുഃഖിച്ചിരിക്കുന്നവൻ, എന്നും വിഷണ്ണ മനസ്സുള്ളവൻ, എന്നും തകർന്നിരിക്കുന്നവൻ, എന്നും കരയാൻ വിധിക്കപ്പെട്ടവൻ എന്നുള്ള പേരല്ല. നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും നമുക്ക് പേരാകും. എന്നും കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, ദൈവത്തിന്റെ നടുതലയായി ദേശത്ത് നിൽക്കാനാണ് സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് എന്ന ബോധ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എത്ര പേർക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഞാൻ നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും എനിക്ക് പേരായി തീരും. എപ്പോൾ സാധ്യത കൽപ്പിക്കേണ്ടവൻ നിനക്ക് വേണ്ടി സാധ്യത കൽപ്പിച്ചാൽ, എന്റെ കർത്താവ് നിന്നെ പരിഗണിച്ചാൽ, എന്റെ കർത്താവിലേക്ക് നീ വന്നാൽ, എന്റെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചാൽ, നമ്മുടെ അഡ്രസ് മാറുമെന്ന് ഇന്ന് പകലിൽ ദൈവജനത്തോട് ദൈവത്തിന്റെ ആലോചന വചനത്തിലൂടെ അറിയിക്കുകയാണ്. കടുകിനെ കുറിച്ച് വലിയ അങ്ങനെ ഉപമിച്ച് പറയാനുള്ളതൊന്നുമില്ല. പക്ഷേ യേശു കർത്താവ് കടുകിനെ സദൃശ്യമാക്കി, ആമേൻ, ദൈവരാജ്യത്തെ ഉപമിക്കാൻ ദൈവം കടുകിനെ കരങ്ങളിൽ എടുക്കുവാനിടയായി തീർന്നു. അടുത്ത വാചകം കണ്ടോ? അപ്പോ ആമേൻ, കടുക് സാധ്യതകളില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ്, കർത്താവിന് അതിനെ കുറിച്ച് പോലും എന്തുണ്ട്? പരിഗണന ഉണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. വിശദീകരിക്കുന്നില്ല. അടുത്ത ചിന്തയിലേക്ക് വന്നിട്ട് വേഗത്തിൽ വാക്കുകൾക്ക് വിരാമം കുറിക്കണമല്ലോ. അടുത്ത ശ്രദ്ധിച്ച ഈ കടുക്, അത് ചെറുതാണെങ്കിലും ഇതിന്റെ വലിപ്പം എപ്പോഴാ? പ്രൈസ് ദി ലോർഡ്. ഇല്ലാണ്ടി അതിന്റെ വലിപ്പം അപ്പോഴല്ല, അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. ആദ്യം മുതൽ ഒന്ന് വായിച്ച് 18ാമത്തെ വാക്യം. അപ്പൊ കടുകിന്റെ വലിപ്പം എന്തുവാ? പറ. കടുകിന്റെ വലിപ്പം എന്തുവാ? അത് വളർന്നതൊക്കെ പിന്നീടാ. കടുകിന്റെ വലിപ്പം എന്താണെന്നറിയാമോ? എടുക്കേണ്ടവൻ അതിന് എന്ത് ചെയ്യണം? കരങ്ങളിൽ എടുക്കണം. കടുകിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഇപ്പൊ ആരുടെ കയ്യിലാ? എടുക്കേണ്ടവൻ അതിനെ കരങ്ങളിലെടുത്ത. നീ എത്ര ചെറുതാണെങ്കിലും എടുക്കേണ്ടവൻ നിന്നെ കരങ്ങളിലെടുത്താൽ നീ നിന്റെ വലിപ്പം വെളിപ്പെടുന്നത് എടുക്കേണ്ടവൻ നിന്റെ കരങ്ങളിൽ എടുക്കുമ്പോഴാ. മനസ്സിലാകുന്നുണ്ടോ? ഒരു മനുഷ്യൻ അതിനെ എന്ത് ചെയ്തെന്ന്? കരങ്ങളിലെടുത്തെന്ന്. ഒരു മനുഷ്യൻ അതിനെ കരങ്ങളിലെടുത്തെന്ന്. അതിന്റെ വില മനസ്സിലാകുന്നത് എടുക്കേണ്ടവൻ അതിനെ കരങ്ങളിലെടുത്തപ്പോഴാ. ഇന്ന് ഈ ഒലിയപ്പുറം സഭയിലും ഇതിനെ കുറിച്ച് പ്രസംഗിക്കാനുള്ള കാരണം
എടുക്കേണ്ടവൻ അതിനെ കരങ്ങളിൽ എടുത്തത് കൊണ്ട് 2025 വർഷങ്ങൾക്കപ്പുറം അവൻ അതിനെ കരങ്ങളിൽ എടുത്തത് കൊണ്ട് ഇന്നും അതൊരു പ്രസംഗ വിഷയമായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം, നമ്മൾ പ്രശംസ വിഷയമായി തീരുന്നത് എടുക്കേണ്ടവൻ എന്നെ കരങ്ങളിൽ എടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ. എടുക്കേണ്ടവൻ എന്നെ കരങ്ങളിൽ എടുത്താൽ എന്റെ അവസ്ഥ മാറും, എന്റെ സ്ഥിതി മാറും, എന്റെ സകലത്തിനും ഒരു മാറ്റം സംഭവിക്കാനിടയായി തീരും. എടുക്കേണ്ടവൻ എന്റെ കരങ്ങളിൽ എടുത്താൽ. കണ്ടോ, ഒരു മനുഷ്യൻ അതിനെ എന്ത് ചെയ്തു? കരങ്ങളിൽ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഭാഗങ്ങള്? അയ്യോ, എന്റെ കർത്താവ് അതിനെ കരങ്ങളിൽ എടുത്തത്. ഒരു കർത്താവ് അതിനെ കരങ്ങളിൽ എടുത്തത്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ കർത്താവിനെ കുറിച്ച് തന്നെ പറയുന്നത്, ഒരുവൻ അതിനെ കരങ്ങളിൽ എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുവൻ അതിനെ കരങ്ങളിൽ എടുക്കുവാനിടയായി തീർന്നു. ഈ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളുണ്ട്, ഒത്തിരി വ്യാകുലതകളുണ്ട്, പല ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ പറയട്ടെ, നമ്മളെ കരങ്ങളിൽ എടുക്കേണ്ടവൻ കരങ്ങളിൽ എടുത്താൽ ഒരു വലിയ ആത്മീയ വിടുതൽ, ഒരു വലിയ സാമ്പത്തിക വിടുതൽ, ഒരു വലിയ ശാരീരിക വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് നാം ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാനിടയായി തീരണം. ഞാനിതെല്ലാം ഈ വചനത്തിലൂടെ തന്നെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ് 91-ാം സങ്കീർത്തനം. 91-ാം സങ്കീർത്തനത്തിന് മുൻപ് 90-ാം സങ്കീർത്തനം നമുക്കറിയാമല്ലോ. മനുഷ്യന്റെ നിസാരത്വത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ മനുഷ്യന്റെ നിസാരത്വത്തെ കുറിച്ച് പറയുന്നത്? പുല്ല് പൂവ് ഉണങ്ങിപ്പോകുന്നത് പോലെ അതെല്ലാം ഉണങ്ങി ആവിക്ക് തുല്യമായി മനുഷ്യൻ പോകുന്നു. എന്നാൽ 91-ാം സങ്കീർത്തനം മനുഷ്യന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ് പറയുന്നത്. സുരക്ഷിതത്വത്തെ കുറിച്ച് അവിടെ പറയുന്നത് 91-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു വരുമ്പോൾ ഇങ്ങനെ, നമ്മുടെ കാൽ കല്ലിൽ തട്ടി, വാക്യം കേട്ടോ, കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്യും? കരങ്ങളിൽ വഹിക്കും. അവൻ കാൽ കല്ലിൽ തട്ടി പോകാൻ. അപ്പൊ സത്യത്തിൽ സത്യം പറഞ്ഞാൽ ഈ മനുഷ്യൻ കല്ലിൽ തട്ടി തകരാനുള്ളവനേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇവന്റെ സാധ്യതകൾ. കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ എന്ത് ചെയ്യും? കൈകൾ. അടുത്ത വാക്യം കണ്ടു, കൈകളിൽ വഹിച്ചു കഴിയുമ്പോൾ അവന്റെ ഭാവം മാറുകയാണ്, അവന്റെ സ്ഥിതി മാറുകയാണ്. അടുത്ത വാക്യം പറയുന്നത്, കല്ലിൽ തട്ടിയാൽ തകരാനുള്ളതേ ഉള്ളൂ. വലിയ പ്രത്യേകതകളൊന്നും പറയാനില്ല. കല്ലിൽ തട്ടി തകരേണ്ട മനുഷ്യൻ, അത്ര നിസ്സാരനായ മനുഷ്യൻ. ആമീൻ. എന്നാൽ അടുത്ത വാചകം പറയുന്നു, ഒരുവൻ എന്നെ കരങ്ങളിൽ എടുത്താൽ അവൻ എന്നെ കരങ്ങളിൽ വഹിക്കുമെന്ന. ഈ കരങ്ങളിൽ വഹിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത വാക്യം പറയുന്നത്, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നിന്മതിക്കും. എപ്പോഴാ? കല്ലിൽ തട്ടി തകരാനുള്ളതേ ഉള്ളൂ ഞാൻ എന്ന വ്യക്തിത്വം. എന്നാൽ എന്റെ കർത്താവ് എന്നെ കരങ്ങളിൽ എടുത്താൽ അടുത്ത വാചകം ഓർപ്പിക്കുന്നത്, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും. ഏറ്റവും ഭയങ്കരത്വമുള്ളത്, ഏറ്റവും വിഷമുള്ളത്, വിഷമമേറിയത് അതിന്റെ മുൻപിൽ നിന്ന് അതിനെ നിഷ്പ്രഭമാക്കി, അതിന്റെ ബലത്തെ കെടുത്തി, അതിന്റെ ശക്തിയെ കെടുത്തി, അതിനപ്പുറത്തു വരാൻ എന്റെ ദൈവം നിന്റെ കരങ്ങളിൽ വഹിച്ചാൽ നിനക്ക് സാധിക്കുമെന്നാണ് 91-ാം സങ്കീർത്തനം പറയുന്നത്. ഇന്ന് പകൽക്കാലം ഞാനിന്ന് വിശ്വസിക്കുന്നു. എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ തട്ടി തകരേണ്ടവനാണ്, ഞാൻ ഉടഞ്ഞു പോകേണ്ടവനാണ്, ഞാൻ നിസ്സാരത്വമുള്ളവനാണ്. എന്നാൽ എന്റെ കർത്താവിന്റെ കരങ്ങളിൽ വഹിച്ചാൽ എന്റെ അവസ്ഥകൾക്കും ചിന്തകൾക്കും എന്റെ എല്ലാ തലങ്ങൾക്കും ഒരു വ്യത്യാസമുണ്ടെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുകയാണ്. ഹല്ലേലൂയ. എടുക്കേണ്ടവൻ നമ്മെ കരങ്ങളിൽ എടുക്കണം. ഒരു അസാധാരണമായ ദൈവകൃപ, ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് വ്യാപരിക്കണം. കേട്ടോ മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചോണം. അസാധാരണമായ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഓർത്തോണം, എടുക്കേണ്ടവൻ എന്നെ കരങ്ങളിൽ എടുത്തേ മതിയാകത്തുള്ളൂ. ഞാൻ എത്ര ചെറുതാണെങ്കിലും, ആരും എനിക്ക് വില കൽപ്പിക്കുന്നില്ലെങ്കിലും, എടുക്കേണ്ടവൻ എന്നെ എന്ത് ചെയ്യണം?
കരങ്ങളിൽ, എൻ്റെ പ്രൊഫഷനിലാകട്ടെ, ഏത് മേഖലയാകട്ടെ, എൻ്റെ കർത്താവ് കരങ്ങളിൽ എടുക്കണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, കർത്താവെ ഞങ്ങളെ ഒന്ന് കരങ്ങളിൽ എടുക്കണമേ. എൻ്റെ ശുശ്രൂഷ മണ്ഡലത്തെ, എൻ്റെ ആത്മീയ ജീവിതത്തെ, എൻ്റെ മറ്റ് മേഖലകളെ എൻ്റെ കർത്താവ് ഒന്ന് കരങ്ങളിൽ എടുത്താൽ അവസ്ഥകൾക്കെല്ലാം വ്യത്യാസമുണ്ട്. 2025 ഈ ഏപ്രിൽ മാസം നമ്മുടെ ചരിത്രത്തെ മാറ്റാൻ, നമ്മുടെ സ്ഥിതിയെ മാറ്റാൻ ഈ ഉപവാസ ദിനങ്ങൾ ഇടയായി തീരട്ടെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എടുക്കേണ്ടവൻ നിന്റെ കരങ്ങളിൽ എടുക്കട്ടെ. ഹല്ലേലൂയ. അതിനെല്ലാം ഒരു വ്യത്യാസം എൻ്റെ ദൈവം നമുക്ക് തരുമെന്ന് വിശ്വസിക്കുന്നവരെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എടുക്കേണ്ടവൻ നമ്മെ കരങ്ങളിൽ എടുക്കണം. ഒത്തിരി വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിന്റെ ഓർമ്മയിൽ വരുന്നെങ്കിലും അവിടെ ഞാൻ വിരാമം കുറിക്കുകയാണ്. അപ്പൊ കണ്ടോ, ആമേൻ, ഈ കടുകിന്റെ വലിപ്പം യഥാർത്ഥത്തിൽ എടുക്കേണ്ടവൻ അതിനെ എന്ത് ചെയ്തപ്പോഴാ? കരങ്ങളിൽ എടുത്തപ്പോഴാ. ആമേൻ. കരങ്ങളിൽ എടുക്കുക മാത്രമല്ല, അവൻ കരങ്ങളിൽ എടുത്താൽ ഓർത്തോണം, എൻ്റെ എല്ലാ അവസ്ഥയ്ക്കും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. വായിച്ച് അതിന്റെ താഴോട്ട് അവനെ എന്നെ കരങ്ങളിൽ എടുത്തു. ആ മനുഷ്യൻ ആ കടുകിന് എന്ത് ചെയ്തു? കരങ്ങളിലെടുത്തു. എന്നിട്ട് എവിടെ ഇട്ടു? കയ്യിലെടുത്തിട്ടേ പിള്ളേരെവിടെയെങ്കിലും ഒരു ഗൗരവമില്ലാതെ വലിച്ചെറിയുന്നത് പോലെ നമ്മൾ വലിച്ചെറിയും. നമ്മൾ കേട്ടിട്ടില്ലേ, രാവിലെ കീ അല്ലെങ്കിൽ കാറിന്റെ കീ നോക്കുമ്പോൾ കീ കാണാനില്ല. രാവിലെ കൊണ്ടുപോകേണ്ടത്, അത്യാവശ്യത്തിന് നിൽക്കുക, യാത്ര ചെയ്യേണ്ടതാ. പക്ഷേ നമ്മുടെ കയ്യിലുള്ള കീ നമ്മൾ തലേ ദിവസം, നിങ്ങൾക്ക് ഇതുമായിട്ടൊന്നും പരിചയമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് അത് കാണുന്നില്ല. ഉപയോഗിക്കേണ്ട പല കാര്യങ്ങളാണ്. അന്ന് പേപ്പർ വളരെ അത്യാവശ്യമുള്ളത്, പക്ഷെ എവിടെയോ കൊണ്ടുവച്ചു. ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ നമുക്കുള്ളത്. പക്ഷെ ഓർത്തോണം, എടുക്കേണ്ടവൻ എന്നെ കരങ്ങളിൽ എടുത്താൽ അടുത്തത് എന്നെ വഴിയരികിലും വേറെ എവിടെയെങ്കിലും അല്ല കൊണ്ടിടുന്നത്. എന്നെ ഇടുന്നത് എവിടാ? ഉറക്കെ പറഞ്ഞേ, തന്റെ തോട്ടത്തിലാണ്. എടുക്കേണ്ടവനെ എടുത്ത് ഇടുന്നത് എവിടാണെന്നറിയാമോ? തന്റെ തോട്ടത്തിലാണ്. തന്റെ തോട്ടത്തിന്റെ പ്രത്യേകത, ഒത്തിരി വിശേഷണങ്ങളുള്ള ഒരു തോട്ടമാണ് ഈ തോട്ടം എന്ന് പറയുന്നത്. കേട്ടോ, തന്റെ തോട്ടത്തിലിട്ടെന്ന് മറ്റൊരിടത്തുമല്ല നിന്നെ കൊണ്ടുവന്നിടുന്നത്. സാധ്യതയില്ലാത്ത, മറ്റുള്ളവർ പരിഗണിക്കാത്ത ആ വസ്തുവിനെ എന്റെ കർത്താവ് എടുത്തിട്ട് ഇട്ടതെവിടാണ്? തന്റെ തോട്ടത്തിലിടുവാനിടയായി തീരും. ഇതൊക്കെ അതിന്റെ വളർച്ച എന്ന് പറയുന്നത്. വളർച്ച അതിനെ നട്ടത് തന്റെ തോട്ടത്തിലാണ് നട്ടത്. തന്റെ തോട്ടത്തിലാണ്. ആ തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടെന്നറിയാമോ? തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടെന്നറിയണമെങ്കിൽ ഈ 13-ാം അധ്യായം അതിന്റെ പ്രാരംഭം, അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ അതിൽ ഫലം തിരഞ്ഞു. അടുത്തത് ഈ തോട്ടത്തിലെ ഈ അത്തിവൃക്ഷത്തിന് എന്ത് തിരഞ്ഞു വരിക? മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഈ അത്തിവൃക്ഷം. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന അത്തിവൃക്ഷം ഒരു അസ്വാഭാവികതയൊക്കെ നമുക്കതിൽ തോന്നാം. ഈ തോട്ടത്തിൽ വരാൻ ഈ അത്തിവൃക്ഷത്തിന് എന്തില്ല? ഒരു യോഗ്യതയില്ല. പക്ഷെ ഈ തോട്ടത്തിൽ വന്നു പെട്ടതാ. കേട്ടോളെ, തോട്ടത്തിൽ വരാൻ അത്തിവൃക്ഷത്തിന് അങ്ങനത്തെ ഒരു യോഗ്യതയുമില്ല. പക്ഷേ അസ്വാഭാവികമായി അത് പറയുമ്പോൾ നിങ്ങൾക്ക് വചനം ഓർമ്മ വരുന്നുണ്ട്. കാട്ടൊലിവായിരുന്ന നമ്മെ വെട്ടിയെടുത്താണ് നല്ല ഒലിവിനോട് ചേർത്തൊട്ടിക്കുവാനിടയായി തീർന്നത്. കണ്ടോ, അസ്വാഭാവികമായ ഒരു സംഭവമായി നമുക്കതിനെ തോന്നാം. എന്നാൽ ശ്രദ്ധിച്ചേ, ആ അത്തിവൃക്ഷത്തെ എന്റെ കർത്താവ് എവിടെ കൊണ്ടുവന്ന് നട്ടെന്ന? മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടുവന്ന് നട്ടു. അടുത്തത് അപ്പോ ഈ തോട്ടത്തിൽ നട്ടാലുള്ള ഗുണം എന്തുവാ? പറഞ്ഞേ, തോട്ടത്തിൽ നട്ടാലുള്ള ഗുണം എന്തുണ്ടാകും? തോട്ടത്തിലെ പ്രത്യേകത അതാ. തോട്ടത്തിലാണെങ്കിൽ ഉറപ്പ് അതിനെന്തുണ്ട്? ഫലമുണ്ട്. എന്താ നമ്മൾ ശബ്ദം കുറച്ച് പറഞ്ഞത്? ശക്തിയോടെ പറഞ്ഞാട്ടെ. തോട്ടത്തിലാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് എന്തുണ്ട്?
ഫലമുണ്ട്. Praise the Lord. Hallelujah. നിഷ്ഫലനായിട്ടല്ല എന്റെ കർത്താവ് എന്നെ ഈ തോട്ടത്തിൽ കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത്. സഫലന്മാരായി തീരാൻ വേണ്ടിയാ എന്നെ ഈ തോട്ടത്തിൽ നട്ടിരിക്കുന്നത്. ഓരോ വ്യക്തിത്വത്തിനും ദൈവം ചില നിയോഗങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ സഫലന്മാരാണ്, ഫലമില്ലാത്തവരല്ല. എന്നിൽ ഫലമുണ്ടെന്ന് ഉറപ്പുള്ളവർ ആമിനാദരം തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. എന്നെ ഈ തോട്ടത്തിലാണ് നട്ടതെങ്കിൽ എന്റെ കർത്താവ് എന്നിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ വെറുതെ വന്നു പെട്ടതല്ല. ഈ തോട്ടത്തിന്റെ നടുവിൽ എന്നിൽ ഒരു ഫലമുണ്ടെന്ന് എന്റെ ദൈവം കണ്ടിട്ടാണ് ഇതിന്റെ നടുവിൽ എന്നെ നട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ സഫലന്മാരാണ്. അപ്പൊ തോട്ടത്തിലാണെങ്കിൽ ഓർത്തോണം, എന്നിൽ കായ്ക്കേണ്ട ഫലമുണ്ട്. ഓരോ സമയത്തും എന്നിൽ കായ്ക്കേണ്ട ഫലമുണ്ട്. ഓരോ സമയത്തും എന്നിൽ വെളിപ്പെടേണ്ട ഫലമുണ്ട്. ഹല്ലേലൂയ. തോട്ടത്തിൽ നട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ഓർത്തോണം. ഹല്ലേലൂയ. വെറുതെ പരാജയം പറഞ്ഞിരിക്കാനല്ല ദൈവം തന്നെ കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത്. ദൈവത്തിന് ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് സഫലന്മാരായി തീരാൻ വേണ്ടിയാണ് എന്റെ കർത്താവ് നമ്മെ നട്ടിരിക്കുന്നത്. ആ ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കേട്ടോ, തോട്ടത്തിലാണോ നട്ടത് ദൈവമാണോ, നമ്മളിൽ എന്തുണ്ടായിരിക്കണം? ഫലമുണ്ടായിരിക്കണം. എന്നാൽ നിർഭാഗ്യവശാൽ അവിടുത്തെ വാചകം കണ്ടോ, താഴോട്ട് ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല താനും അതിനെ വെട്ടിക്കളയുക. അതിനെ എന്ത് ചെയ്യുക? കണ്ടോ, ഉടമസ്ഥൻ പറഞ്ഞു അതിനെ എന്ത് ചെയ്തോളാം. ഇത്രയും സാവകാശങ്ങൾ ലഭിച്ചിട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ട് എന്തില്ല? ഒരു ഫലമില്ല. അതിനെന്ത് ചെയ്യുക? വെട്ടിക്കളയുക. നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. അതിനവൻ കർത്താവേ ഞാൻ അതിനു ചുറ്റും കിളച്ച്. തോട്ടക്കാരൻ പറഞ്ഞ വാക്ക് കണ്ടോ? കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. തോട്ടത്തിലാണെങ്കിൽ ഓർത്തോണം, നമുക്കൊരു പരിരക്ഷയുണ്ട് കേട്ടോ. തോട്ടത്തിലാണെങ്കിൽ നമുക്കൊരു പരിരക്ഷയുണ്ട്. അത് നമ്മുടെ മിടുക്കുകൊണ്ടൊന്നും അല്ലെന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ ഇതിന്റെ നടുവിലായിരിക്കുന്നത്. നമ്മൾ പാടി ദൈവത്തെ സ്തുതിച്ചല്ലോ. കർത്തൻ നീ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവൻ എന്റെ ജീവിതത്തിന്റെ ഒരു പരിരക്ഷയമല്ല. തോട്ടത്തിൽ എനിക്കൊരു പരിരക്ഷയുണ്ട്. അത് തോട്ടക്കാരന്റെ പരിരക്ഷയാണ്. കഴിഞ്ഞ നാളുകളിൽ എന്നിൽ ഒരു ഫലവുമില്ലാതെ നിഷ്പ്രഭനായിട്ടും എന്റെ ജീവിതത്തെ ഒരാണ്ടൂടെ നിർത്തിയത് എന്റെ കർത്താവിന്റെ മധ്യസ്ഥതയാണ്, എന്റെ കർത്താവിന്റെ പക്ഷപാതമാണ് എന്നെ നിർത്തിയിരിക്കുന്നതെന്ന് ബോധ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കും നമ്മുടെ പ്രാർത്ഥനയുടെ കൂടുതലൊന്നും അല്ല. നമ്മെ നിർത്തിയിരിക്കുന്നത് ഈ തോട്ടക്കാരൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഈ തോട്ടക്കാരൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ഒരു ദർശനമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ഇസ്രായേലിന്റെ പരിപാലകൻ എന്ത് ചെയ്യുന്നില്ല? കഴിഞ്ഞ രാത്രി നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങുമ്പോ ഗാഢനിദ്രയിലായിരിക്കുമ്പോഴും ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി എന്നോട് കൂടെയുണ്ട്. എനിക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ ഈ തോട്ടത്തിൽ വന്നതാണ് എന്റെ പ്രശംസയ്ക്ക് കാരണം, എന്റെ സന്തോഷത്തിന് കാരണം. ഈ തോട്ടത്തിൽ വന്നു പെട്ടതാണ്. അല്ലാത്ത ഒരു സന്തോഷവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ബോധ്യമുള്ളവർ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഈ തോട്ടത്തിനുള്ളിൽ എന്റെ പരിരക്ഷയുണ്ട്. ഈ തോട്ടത്തിനുള്ളിൽ എനിക്കൊരു മധ്യസ്ഥനുണ്ട്. വെട്ടിക്കളയേണ്ട അനേക സന്ദർഭങ്ങൾ, തകർന്നു പോകേണ്ട അനേക മണ്ഡലങ്ങൾ, അതിന്റെ നടുവിലും ഞാൻ ഉറപ്പോടെ നിൽക്കുന്നത് എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന, എനിക്ക് വേണ്ടി ഇടിവി നിൽക്കുന്ന ഒരു മധ്യസ്ഥൻ ഉള്ളത് കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്.
തോട്ടത്തിൽ എന്തുണ്ട്? തോട്ടത്തിൽ ആമീൻ ഇടയന്റെ ഒച്ചയുണ്ട് കേട്ടോ, തോട്ടക്കാരന്റെ ശബ്ദമുണ്ട്. തോട്ടത്തിൽ എന്തുണ്ട്? തോട്ടത്തിൽ നിനക്കുള്ള പരിരക്ഷയുണ്ട്. തോട്ടത്തിൽ എന്തുണ്ട്? നിനക്ക് ചുറ്റും വേലി കെട്ടി അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പകലിൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ ഒരു കാര്യം പറയാം. ഒരു സാധ്യതയുമില്ലാതെ ആരും പരിഗണിക്കാത്ത നിങ്ങളും ഞാനും ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആനുകൂല്യങ്ങൾ മറക്കരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചുറ്റുപാടുകൾ മറക്കരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം മറക്കരുത്. ആരോഗ്യം ക്ഷയിച്ചിട്ടല്ല ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത്. എല്ലാം പകർന്നിട്ടല്ല ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇന്നലെ രാത്രിയുടെ യാമങ്ങളിൽ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കാം. ദൈവ കുഞ്ഞുങ്ങൾക്ക് ദൈവം കൃപ കൊടുത്തത് സാക്ഷ്യത്തിലൂടെ കേട്ടില്ലേ? എല്ലാം ക്ഷീണിക്കുമ്പോഴല്ല, എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ, എല്ലാ കാര്യങ്ങളും അനുകൂലമായിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവൻ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഏത് പ്രശ്നത്തിന്റെ നടുവിലും അവന്റെ ആരാധന കുറയാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. അവന്റെ സ്തുതി കുറയാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. തിരിച്ചറിയുന്നവർക്കായി, അനുഭവമുള്ളവർക്കായി ഞാൻ സ്വർഗത്തിലെ ദൈവത്തെ വാഴ്ത്തുകയാണ്. സമയം ഇവിടെ അവസാനിച്ചതുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ വലിപ്പം എന്ന് പറയുന്നത് എടുക്കേണ്ടവൻ നിന്നെ കരങ്ങളിൽ എടുക്കണം. അവൻ എടുത്താൽ അടുത്തത് നിന്നെ ഇടുന്നത് അവന്റെ തോട്ടത്തിലാണ്. ഏതാണ് ഈ തോട്ടം? സഭയാകുന്ന തോട്ടമാണ് കേട്ടോ. ഇത് വെറുതെ അല്ല ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ തന്റെ രക്തം തന്നാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. സൗജന്യമായി കിട്ടുന്നതിനല്ല. ഞാൻ ഇന്ന് രാവിലെ ഇത് പറയുമ്പോൾ അമ്മ പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മേനൊരു ഡോക്ടറെ കാണാൻ ചെന്നു. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. അവരൊത്തിരി ടെസ്റ്റ് തന്നു. കൃപയാൽ അവിടെ തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് അതെല്ലാം ചെയ്തു. തിരിച്ചു വന്നപ്പോൾ എൻ്റെ ആ ഡോക്ടർ തന്ന ആ കുറിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഉടനെ പുള്ളിക്കാരത്തി ഒരു കാര്യം പറഞ്ഞു. എനിക്കൊരല്പം വിഷമം തോന്നി. ആരും കേട്ടോ എന്നാണ് ഞാൻ നോക്കിയത്. ഈ സൗജന്യമായി കിട്ടിയാൽ ഇതിനൊന്നും എന്തില്ല. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, ആരെങ്കിലും അത് കേട്ടോ എന്ന്. എനിക്കത് ഭയങ്കര വിഷമമായി. ഞാൻ വീട്ടിൽ ഞാൻ എന്തിന് ഇപ്പൊ പോലും അതെന്റെ മനസ്സിലുള്ളത് കൊണ്ടല്ല ഞാനത് പറയുന്നത്. സൗജന്യമായി കിട്ടിയത് കൊണ്ട് ഒരു ആത്മീയരായ നമ്മെ കുറിച്ച് ഒരിക്കലും അത് പറയരുത്. ഇത്ര വലിയ രക്ഷ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി തന്നു. അവസാന തുള്ളി രക്തം വരെ കാൽവരിയുടെ കുലക്കളത്തിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടാണ്. സാധ്യതയില്ലാതിരുന്ന, ഒരു വലുപ്പവും ഇല്ലാതിരുന്ന നമ്മെ തെരഞ്ഞെടുത്തതെന്ന് പൂർണ്ണ ബോധ്യമുള്ളവർക്കായി ഞാൻ ദൈവത്തെ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ചിന്ത വേണം. കർത്താവേ, എന്ത് വലിപ്പം എന്റെ ജീവിതത്തിൽ പറയാനുണ്ട്? ഒന്നുമില്ല. അവിടുന്ന് എന്റെ മേൽ ചൊരിഞ്ഞ പുണ്യാഹ രക്തത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ ശുദ്ധീകരിക്കുന്ന തിരു രക്തത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. കൃപയാൽ എന്നെ കൊണ്ടുവന്നത് അവന്റെ തോട്ടത്തിനാകയാൽ എല്ലാ തരങ്ങളും തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് നാം അവന്റെ തോട്ടത്തിലാണ്. ഈ തോട്ടത്തിൽ നിന്ന് ഒരിക്കലും നാം വെളിയിൽ പോകരുത്. നമ്മുടെ ആദിമ മാതാപിതാക്കൾ ഈ തോട്ടത്തിൽ നിന്ന് വെളിയിൽ പോയതാണ്. ഈ തോട്ടത്തിൽ ഒത്തിരി പരിരക്ഷകളുണ്ട്. ഈ തോട്ടത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ തോട്ടത്തിൽ നിന്ന് ഒരു കാലത്തും ഞാൻ വേർപെടാൻ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തി എല്ലാവരും തുറന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോട്ട് ഈ തോട്ടത്തിൽ എനിക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കരയുകയാണ്. ഇത് തന്റെ രക്തത്താൽ സമ്പാദിച്ചതാണ്. ഞാൻ രക്തത്തിന്റെ വിലയാണ്. ഇന്ന് രാവിലെ അത് തിരിച്ചറിഞ്ഞ് ഞാൻ ദൈവത്തിന് മഹത്വം കരയുകയാണ്. ഞാൻ യഹോവയുടെ തോട്ടത്തിലാണ്. ഞാൻ എന്റെ കർത്താവിന്റെ തോട്ടത്തിലാണ്. ആ തിരിച്ചറിവോട് ദൈവത്തെ ആരാധിപ്പാൻ അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താണ്ട് ഈ വലിപ്പത്തിന്റെ കാരണം എനിക്ക് വേണ്ടി അവൻ വില മുടക്കിയതാണ്. എല്ലാ കണ്ണുകളും അടച്ചാണ്ട് അല്പ സമയങ്ങൾ കഴിയുമ്പോൾ കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ മേശയിലേക്ക് നമ്മെ പ്രവേശിക്കുവാൻ ആമീൻ ആഹ്വാനം ചെയ്യും. ദൈവമക്കളോട് പറയട്ടെ,
നമ്മളിൽ എന്തെങ്കിലുമായി തീർന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നെങ്കിൽ, നമ്മൾ വെറുതെ പാടിയതല്ലല്ലോ, നമ്മൾ വെറുതെ ആരാധിച്ചതല്ലല്ലോ. ആ പാട്ടിന്റെ ഈരടികളൊക്കെ ആ വചനത്തെ ബലപ്പെടുത്തുന്ന, ആ വചനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. നിന്നിലെ നിസാരത്വങ്ങളെ അസാധാരണത്വമുള്ളതാക്കി മാറ്റുന്നത് അവൻ എന്താണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. അവൻ എന്നെ കരങ്ങളിലെടുത്തപ്പാ, ഞങ്ങളെ ഒന്ന് കരങ്ങളിലെടുക്കണമേ. ആ തോട്ടത്തിലാണ് എന്നുള്ള ബോധ്യം എപ്പോഴും എൻ്റെ ഉള്ളിൽ കത്തട്ടപ്പാ. ആത്മചിന്ത എൻ്റെ ഉള്ളിൽ കത്തട്ടപ്പാ. ഒരു വലിയ ആത്മസാന്നിധ്യത്താൽ എന്നെ ഈ ദിവസങ്ങളിൽ നിറയ്ക്കണമേ. എൻ്റെ ആ ദുഃഖങ്ങളൊക്കെ മാറി അവൻ എൻ്റെ ജീവിതത്തിന്റെ സാധ്യതകളെ കുറിച്ച് ഞാൻ ആരായുവാൻ എൻ്റെ കർത്താവ് എനിക്ക് കൃപ തരണം. മനുഷ്യനല്ല, രാവിലെ മനുഷ്യനല്ല നിന്നെ ബലപ്പെടുത്തുന്നത്, മനുഷ്യന്റെ വാക്കുകളുമല്ല. ഹല്ലേലൂയ, ദൈവാത്മാവിന്റെ വാക്കുകൾ, ഹല്ലേലൂയ, ദൈവാത്മാവിന്റെ ശബ്ദം ഇന്ന് രാവിലെ നമ്മെ ബലപ്പെടുത്തുകയാണ്, നമ്മെ താങ്ങുകയാണ്, നമ്മെ കരങ്ങളിലെടുക്കുകയും നമ്മെ ചലിപ്പിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഞങ്ങളുടെ പിതാവേ, സമ്പൂർണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നപ്പാ, അവിടുത്തെ തിരുരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്തു. മക്കളും അവകാശങ്ങളുമായി ഇത്രത്തോളം വരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ വാഴ്ത്തുവാൻ അവിടുന്ന് ഒരുക്കുന്ന എല്ലാ ചുറ്റുപാടുകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങൾ കേട്ടതുപോലെ ജീവിതത്തിന്റെ മേഖലകളിൽ ഞങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളെ തിരിച്ചറിയുവാൻ മനുഷ്യൻ പലത് വിധിക്കുമ്പോ സകലത്തിന്റെയും നിർണയം, സകലത്തിന്റെയും അവൻ ദാതാവ് അവിടുന്ന് മാത്രമാണ്. എന്റെ കർത്താവിന് ഞങ്ങളെ കുറിച്ചുള്ള പ്ലാനിനായി സ്തോത്രം, പദ്ധതികൾക്കായി സ്തോത്രം സമ്പൂർണമായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഒരിക്കലും കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. നിങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ കൊച്ചു കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എനിക്ക് അവസരം തന്ന കർത്താവിന്റെ ദാസനോടും ദൈവസഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു. കണ്ണുകടകടയ്ക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദേവദാസനോട് നമ്മെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾക്കായി നന്ദി പറഞ്ഞു. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും ദൈവസന്നിധിയിൽ കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്ന അവസരത്തിൽ